മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടമാണോ നിങ്ങൾക്ക്? ഉസ്താദ് എന്തൊരു ചോദ്യമാണ്. മുത്തുനബി ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആ ഹബീബിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെന്ത് അമല്, പിന്നെന്ത് നിസ്കാരം, പിന്നെന്ത് നോമ്പ്, പിന്നെന്ത് റജബ്, പിന്നെന്ത് റമദാൻ? ഹബീബിനോടുള്ള മഹബത്ത് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ആദ്യം പകർന്നു കൊടുക്കേണ്ടതാണ്. അള്ളാഹുവിനെക്കുറിച്ചല്ല ആദ്യം പഠിപ്പിക്കേണ്ടത്, മുത്തുനബിയെക്കുറിച്ചാണ്. എന്തേ കാരണം? മുത്തുനബിയെ പഠിപ്പിച്ചാൽ ആ മുത്തുനബിയിലൂടെ വഴി തെറ്റാതെ റബ്ബുൽ ആലമീനിലേക്ക് എത്തും, ഇല്ലെങ്കിൽ വഴി തെറ്റിപ്പോവും. അപ്പോൾ അള്ളാഹുവിലേക്ക് എത്താനുള്ള ഏറ്റവും മർമ്മപ്രധാനമായ മാർഗ്ഗമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനോടുള്ള മഹബത്ത് നമ്മുടെ കൽബിലുണ്ടോ? ഉണ്ടെങ്കിൽ 7 അടയാളങ്ങൾ നിങ്ങളിലുണ്ടാവും, ഇല്ലെങ്കിൽ ഇതുണ്ടാവില്ല. അപ്പോൾ ഉണ്ടാകാത്തവരില്ലാത്തവരെന്ത് ചെയ്യണം? ഉടൻ തന്നെ അടയാളം ഉണ്ടാക്കാൻ പരിശ്രമിക്കണം. മുത്തുനബി ഇല്ലാതെ പിന്നെ എന്ത് ഇബാദത്ത്? ഒരു ഇബാദത്തിനും വാല്യൂ ഇല്ലല്ലോ. ജീവനില്ലാത്ത കർമ്മങ്ങൾ പോലെയല്ലേ അത്? അങ്ങനെ ആകാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്ക് ആ 7 കാര്യങ്ങൾ പഠിക്കണം. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഹൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാ, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് പടച്ചോൻ നമ്മൾ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ മുത്തുനബിയോടുള്ള മഹബത്തില്ലാത്ത ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ഉസ്താദേ എന്തൊരു ചോദ്യമാണ്. ആ ചോദ്യം പോലും വേദനിപ്പിക്കുമല്ലേ നമ്മളെ. കാരണം എന്താ? ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ആരും സത്യവിശ്വാസികളല്ല. നിങ്ങളുടെ സമ്പത്തിനേക്കാൾ, നിങ്ങളുടെ മക്കളേക്കാൾ, നിങ്ങളെക്കാൾ പോലും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളാരും സത്യവിശ്വാസികളല്ല. അതെങ്ങനെയാണ് നമ്മളെക്കാൾ മുത്തുനബിയെ സ്നേഹിക്കുക? പണ്ട് നമ്മളൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതായത് ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പിടിച്ച് നിൽക്കുകയാണ്, വെള്ളം ഇങ്ങനെ പൊങ്ങാണ്. ആ ഉമ്മക്ക് ഉറപ്പുണ്ട്, എൻ്റെ കുഞ്ഞിനെ ഞാൻ വിടൂല, എൻ്റെ കുഞ്ഞിനെ ഞാൻ വിടൂല. അങ്ങനെ തുടവരെ എത്തി, അരവരെ എത്തി, കുഞ്ഞിനെ ഇങ്ങനെ പൊക്കി പൊക്കി പിടിക്കാൻ, നെഞ്ചുവരെ എത്തി, പൊക്കി പിടിച്ചു, കഴുത്ത് വരെ എത്തി, കുഞ്ഞിനിങ്ങനെ ഉയർത്തിപ്പിടിച്ചേക്കാൻ. ലാസ്റ്റ് ഇവിടെ എത്തി, ഉമ്മ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. മൂക്കിൻ്റെ മേലെത്തിയപ്പോൾ ഇനി കുഞ്ഞൊന്നുമില്ല, ശ്വാസം വിടാൻ പറ്റൂല നമുക്ക്, നമ്മൾ കിടന്ന് പിടയും. ആ സമയത്ത് സ്വന്തം നഫ്സ് മാത്രമാണ് കുഞ്ഞിനെ പിടുത്തം വിട്ടുപോകും. പിന്നെ ഉമ്മ സ്വന്തം ജീവന് വേണ്ടിയിട്ടുള്ള കൈയും കാലുട്ടടിയായിരിക്കും. അവിടെ ആരാ വലുതായത്? സ്വന്തം ഞാൻ. ആ എന്നെക്കാൾ എനിക്ക് ആര് വലുതാകണം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ആരും തന്നെ സത്യവിശ്വാസി ആവില്ല നിങ്ങളെക്കാൾ എന്നെ സ്നേഹിക്കുന്നത് വരെ. അങ്ങനെ സ്നേഹിക്കേണ്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനോട് മഹബത്തില്ലേ? ഈമാനില്ല. ഈമാൻ വേണോ? മുത്തുനബിയെ സ്നേഹിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനോടുള്ള അടങ്ങാത്ത പ്രണയം കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ കൽബിൽ വേറൊരു വെളിച്ചം എന്തിനാ? ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസുറുജി. സുബ്ഹാനല്ലാഹ്, മുത്തുനബിയുള്ള ഹൃദയത്തിൽ മറ്റൊരു വെളിച്ചത്തിൻ്റെ ആവശ്യമില്ലാത്തവണ്ണം എൻ്റെ ഹബീബ് നൂറുൻ അലാ നൂർ യാ റസൂലല്ലാഹ്, നൂറുൻ അലാ നൂർ യാ ഹബീബല്ലാഹ്. നൂറുൻ അലാ നൂർ, പ്രകാശത്തിനും മുകളിലുള്ള പ്രകാശമാണ് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 7 അടയാളങ്ങൾ പറഞ്ഞു തരട്ടെ, മുത്തുനബിയെ ഇഷ്ടപ്പെടുന്നവർക്കുണ്ടാകുന്ന 7 അടയാളങ്ങൾ. 1, ത്വാഅത്തു റസൂലില്ല, റസൂലുള്ളാഹിനെ വഴിപ്പെടുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല. എൻ്റെ ഹബീബ് പറഞ്ഞതെന്തോ അതപ്പാടെ. കളിയാതെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു സംഗതിയോട് നമുക്ക് ഇഷ്ടം തോന്നിയാൽ അതിനെതിരെ നമ്മൾ പ്രവർത്തിക്കൂല. എതിരെ പ്രവർത്തിച്ചാൽ കേവലം ആ ഒരു പറച്ചിൽ മാത്രമേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റസൂലുള്ളാഹിനെ, ആ പറച്ചിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് വഴിപ്പെടലില്ല. വഴിപ്പെടലുണ്ടോ? നമുക്ക് മുത്തുനബിയോട് ഇഷ്ടമുണ്ട്. ഒരു ഉദാഹരണം ഞാൻ ഈ വഴിപ്പെടുന്നതിന് പറഞ്ഞു തരട്ടെ. ഇപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ ഒരു കാര്യമാണ് അന്നിക്കാഹ് മിൻ സുന്നത്തി, നിക്കാഹ് എൻ്റെ ചര്യയാണ്. ഞാൻ ചോദിക്കട്ടെ, ആ മുത്തുനബിയുടെ ചര്യകളിൽ എന്തെല്ലാം ഹറാമുകൾ നമ്മുടെ വീട്ടിലെ കല്യാണത്തിൽ വരെ നമ്മൾ നടത്തി കൂട്ടിയിട്ടുണ്ട്. മ്യൂസിക്കുള്ള പാട്ടിട്ട് ഡാൻസ് കളിച്ചിട്ടില്ലേ നമ്മൾ? ഇല്ലേ? മുത്തുനബിക്ക് വഴിപ്പെടലായോ അത്? കാരണം എന്തേ? യഥാർത്ഥ മഹബത്ത് നമ്മുടെ കൽബിലില്ല കേട്ടോ. ഇല്ല, യഥാർത്ഥ മഹബത്ത് നമ്മുടെ കൽബിലില്ല. യഥാർത്ഥ മഹബത്ത് ഉണ്ടായിരുന്നെങ്കിൽ മുത്തുനബിക്ക് വഴിപ്പെട്ടേനെ. മറ്റേ നമ്മൾ വെറുതെ ഇങ്ങനെ വാദിക്കാൻ അല്ലേ? ഇനി വേണ്ട, എത്രയോ കല്യാണ വീടുകളിൽ എന്തോരം ഹറാമുകൾ നടക്കുന്നു. മുത്തുനബി പറഞ്ഞു അത്? ഇല്ലല്ലോ. അപ്പോൾ വഴിപ്പെടുക എന്ന് പറയുന്നത് മഹബത്തിൻ്റെ ലക്ഷണമാണ്. രണ്ടാമത്തെ എന്താണ്?
തഅലീബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയോടുള്ള ബഹുമാനം, ആദരവ്. മുത്തുനബിയുടെ പേര് പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പേര് പറയുമ്പോൾ തന്നെ ഒരു ബഹുമാനം. അത് ഈമാനുള്ളവർക്ക് ഉണ്ടാവുള്ളൂ, ബിദ്അത്തുകാർക്ക് ഉണ്ടാവില്ല. അവരുടെയൊക്കെ പരിഭാഷകളിൽ കാണാം കുൽ ഹു അല്ലാഹു അഹദ്, കുൽ നീ പറയുക, മഅദല്ലാഹ് അല്ലാഹ് അങ്ങനെ പറയൂ എൻ്റെ ഹബീബിനെ, നീ അള്ളാഹുവിൻ്റെ ഹബീബിനെ യാ മുഹമ്മദ് എന്ന് പോലും ഖുർആനിൽ വിളിച്ചിട്ടില്ല. അല്ലാഹ് യാ മുഹമ്മദ് എന്ന് പോലും വിളിച്ചിട്ടില്ല. യാ അയ്യുഹൻ നബിയു, നബിയായവരെ, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ, അല്ലെ പുതപ്പിട്ട് മൂടി കിടക്കുന്നവരെ. ഓ അള്ളാൻ്റെ പ്രയോഗം നോക്കുങ്ങൾ. ഇവന്മാർ കുൽ നീ പറയ്, ഓ എൻ്റെ വെല്ലുമ്മയാണുള്ളത്, നീ പറയ്. ആലോചിച്ച് നോക്കിയേ, എത്രമേൽ മോശമാണ് ആ പ്രയോഗം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഇങ്ങനെ പ്രയോഗിക്കാൻ ഇവർക്ക് എങ്ങനെയാണ് പറ്റുക? എങ്ങനെയാണ് അവർക്ക് പറ്റുക? അല്പമെങ്കിലും ഈമാനുണ്ടെങ്കിൽ എങ്ങനെയാണ് അവർക്കിത് പറയാൻ കഴിയുക? അല്ലെങ്കിൽ അവർക്ക് പറയാമായിരുന്നു നബിയെ അങ്ങ് പറയുക, അള്ളാഹു ഏകനാണ്, അങ്ങ് എന്ന് പോലും പറയാതെ നീ നീ നീ. ഓഫ്, ആ പരിഭാഷയിൽ നിന്ന് എന്ത് ഈമാനാണ് ഇവർക്ക് കിട്ടുന്നത്? മുത്തുനബിയായിട്ട് ഇവർക്ക് എന്ത് ബന്ധമാണ്? റസൂലുള്ളാഹിനോട് ആദരവില്ല. ചില മൗലവിമാരുടെ ഡയലോഗുകൾ കേട്ടാൽ മുത്തുനബിയോട് ഒരു വിലയില്ലവന്മാർക്ക്. റസൂലുള്ളാഹി ജനിച്ച ദിവസം ഒരു നഖം വെട്ടുന്നതിൻ്റെ മഹത്വം പോലും ഇല്ല എന്ന്, അത്ര വെറുക്കപ്പെട്ട വായിൽ നിന്നല്ലാതെ എങ്ങനെയാണത് വരിക? അവൻ തന്നെ പറയുന്നുണ്ട് റസൂലുള്ളാഹിൻ്റെ മുടിക്കുന്ന ഒരു ബഹുമാനമില്ല, അത് സ്നേഹം കൊണ്ട് എടുത്തു വെച്ചതാണെന്ന്. പൊന്നുമോനെ, സ്വഹാബത്ത് വെള്ളത്തിൽ മുക്കി കുടിച്ച ഹദീസ് എത്ര കൃത്യമായി സ്വഹീഹായിട്ടില്ലേ? അവിടുത്തെ ശരീരത്തിൽ നിന്ന് ഇറ്റി വീഴുന്ന വെള്ളം എടുക്കാൻ യുദ്ധം നടത്തിയിട്ടുണ്ട് സ്വഹാബത്ത്. യുദ്ധസമാനമായ അന്തരീക്ഷം സ്വഹീഹുൽ ബുഖാരിയിലില്ലേ? ആദരവാടോ റസൂലുള്ളാഹിനോട്? അങ്ങനെ ആദരിച്ചു, അങ്ങനെ ബഹുമാനിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ. ഒരു സ്വഹാബി മുടി വെട്ടിയില്ല, കാലുവരെയും കണ്ട് മുടി വന്നു. ചോദിച്ചു എന്തേ മുടി വെട്ടാത്തത്? റസൂലുള്ള എൻ്റെ തലയിൽ തൊട്ടിട്ടുണ്ട്, ഞാൻ പിന്നെ മുടി എങ്ങനെ വെട്ടും? ഇതാണ് സ്വഹാബത്ത്. ആ റസൂലുള്ളാഹിനെ അങ്ങനെ ആദരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ബിദ്അത്തുകാർക്ക് പറ്റൂലേ? ഈമാനുണ്ടോ? മുത്തുനബിയോടുള്ള ആദരവുണ്ടാവും. ആ ആദരവുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, നിങ്ങൾക്ക് മുത്തുനബിയെ ഇഷ്ടമാണ്, അല്ലാത്തൊരു വെറുത്ത പറയാണ്. ഓക്കെ, ഇനി മൂന്നാമത്തേത് അൽ ഇഖ്തിദാഉ ബിഹി, മുത്തുനബിയെ പിന്തുടരുക. അനസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറച്ചിക്കറിയിൽ നിന്നൊരു കഷ്ണം കഴിച്ചിട്ടുള്ളൂ, ബാക്കി കറിയിൽ കിടക്കണ ചൊരക്കാനെടുത്ത് കഴിക്കണത്. പിന്നെ അന്ന് മുതൽ എപ്പോൾ എന്ത് കഴിച്ചാലും ചൊരക്ക അതിലുണ്ടാവും. റസൂലുള്ളാഹിൻ്റെ സുന്നത്ത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് യൂറിനേറ്റ് ചെയ്യാൻ, മൂത്രമൊഴിക്കാനൊരു സ്ഥലത്തിരുന്നു. കഴിഞ്ഞു, കുറച്ച് നീങ്ങിയിട്ട് പിന്നെ ഇരുന്നു. അതെന്തുപറ്റി? വീണ്ടും ഒരു മുട്ടൽ. അല്ല, ആദ്യം ഇരുന്നത് എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട്, രണ്ടാമതിരുന്നതോ അത് അന്ന് ഞാനും മുത്തുനബിയും കൂടെ പോകുമ്പോഴേ റസൂലുള്ളാഹി അവിടെ ആവശ്യം പൂർത്തീകരിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഇന്ന് ആ സുന്നത്ത് കിട്ടാൻ വേണ്ടി ഞാനിരുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ പോലും റസൂലുള്ളാഹിനെ പിന്തുടരുന്നവരായിരുന്നു സ്വഹാബത്ത്. ഒരു മരുഭൂമിയിലൂടെ പോവാണ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ഇബ്നു ഉമർ നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു കാലിയായ പ്രദേശം ഒന്നും അവിടെ ഇല്ല. വെറുതെ തല ഇങ്ങനെ കുനിച്ചിട്ട് അങ്ങോട്ട് പോവുക. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ഇവിടെ ഒന്നും അതിന് തടസ്സമൊന്നും കാണുന്നില്ലല്ലോ, എന്തിനിപ്പോൾ ഇങ്ങനെ കുനിഞ്ഞു പോകണത്? അത് ഞാൻ അന്ന് എൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു, ആ മരത്തിനൊരു ചില്ല ഉണ്ടായിരുന്നു, ആ ചില്ലയുടെ അടിയിൽ കൂടെയാണ് റസൂലുള്ളാഹി പോയത്. ഇന്ന് ചില്ലയില്ലെങ്കിലും മുത്തുനബി അങ്ങനെ കുനിഞ്ഞത് ആ സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുനിഞ്ഞതാണ്. ഇങ്ങനെ മനസ്സിലാക്കിയ സ്വഹാബത്ത്. ചിലർ പറയും താടി വെക്കലാണ് സുന്നത്ത്. അലയ്ക്കാൻ ഒന്ന് പോ ചങ്ങാതി, താടി വെക്കലല്ല സുന്നത്ത്, സ്നേഹിച്ചുകൊണ്ട് താടി വെക്കലാണ് സുന്നത്ത്. സ്നേഹമില്ലാതെ വെറും അങ്ങ് താടി വെച്ചാൽ സുന്നത്തായി, പാൻറ്റ് മോളി കയറ്റിയാൽ സുന്നത്തായി, തൊപ്പി വെറുതെ വെച്ചാൽ സുന്നത്തായി, ഒന്നുമല്ല. എൻ്റെ ഹബീബിനോടുള്ള മഹബത്ത് ആദ്യം കൽബിലുണ്ടാകണം. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി, ഓൾറെഡി എന്നെ സ്നേഹിച്ചവനെ എൻ്റെ സുന്നത്തുകൾ അനുധാവനം ചെയ്യാൻ പറ്റുമെന്നാണ്. സ്നേഹമില്ലാത്ത സുന്നത്ത് അത് ജീവനില്ലാത്ത ശവം പോലെയാണ്, അത് വേണ്ട. ആ സുന്നത്ത് എന്തിനാ? അതുകൊണ്ട് നിങ്ങളുടെ കൽബ് നന്നാവൂല, കേടുവരെയുള്ളൂ. മുത്തുനബി സ്നേഹിച്ചുകൊണ്ട് സുന്നത്തെടുത്ത് നോക്ക് അല്ലേ? ബിദ്അത്തുകാർക്ക് പറ്റിയത് വലിയ താടിയൊക്കെ ഉണ്ടാവും, പക്ഷെ താടിയിൽ ഈമാനില്ല. നമുക്ക് മുഖം നോക്കുമ്പോൾ തിരിച്ചറിയാൻ പറ്റും, ഈമാൻ്റെ അടയാളം ഉണ്ടാവില്ല. എത്ര വലിയ അപകടമാണത്. അപ്പം സ്നേഹിച്ചുകൊണ്ട് താടി വെക്കണം, അല്ലാത്ത താടി റസൂലുള്ളാഹിക്ക് വേണ്ട, അള്ളാഹ്ക്ക് വേണ്ട, ദീനിന് വേണ്ട. അതേത് വിഷയവും മുത്തുനബിയോടുള്ള മഹബത്തിലായി വേണം. രജനീകാന്തിൻ്റെ സ്റ്റൈലൊക്കെ പണ്ട് ചില ചെക്കന്മാർ മുടി വെട്ടി നടക്കുമായിരുന്നു. കണ്ട വൃത്തികേടാന്ന് നമുക്ക് തോന്നും, പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ സ്നേഹഭാജനത്തിൻ്റെ സുന്നത്താണ്. നമ്മുടെ രജനീകാന്തിന്, നമ്മുടെ മെസ്സിയുടെ, നമ്മുടെ റൊണാൾഡോയുടെ സ്റ്റൈൽ ഇല്ലേ? പണ്ടൊക്കെ അങ്ങനെ ഇന്നുണ്ട്. ഇതെൻ്റെ റസൂലുള്ളാഹിൻ്റെ സുന്നത്ത്. ആ ഹബീബിനോടുള്ള അതിരറ്റ മഹബത്ത് കൊണ്ട് താടി വെക്കണം. താടി വെച്ചില്ലെങ്കിൽ പടച്ചോൻ പിടിക്കും, അതൊന്നുമല്ല, മുത്തുനബിയോടുള്ള മഹബത്ത് കൊണ്ട് അങ്ങനെ വെക്കുന്നവർ, അങ്ങനെ ഏത് സുന്നത്തും അങ്ങനെ ചെയ്യുന്നവർ മുത്തുനബിയോടുള്ള മഹബത്തുള്ളവരാണ്. നാലാമത്തേത് കസറത്തു ദിക്രിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയെ ധാരാളം പറയുക, ഓർക്കുക.
അങ്ങനെയല്ലേ പ്രണയം അങ്ങനെയല്ലേ? പ്രേമിക്കുന്ന സമയത്തൊക്കെ അവളിങ്ങനെ ഓർക്കും, അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ. സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ പരസ്പരം ആ പേരുകൾ പറയുമ്പോൾ പോലും മനസ്സിന് വല്ലാത്തൊരു ആനന്ദം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ ശഫാഅത്തല്ലാതെ ഞങ്ങളിലില്ല തടിയേ. അല്ലാഹ് ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് രൂഢമൂലമാകണം. സ്വലാത്ത് ധാരാളം ചൊല്ലണം, മൗലിദുകൾ ഇങ്ങനെ ചൊല്ലുക. അൻത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്താഹി വൽഹാബീബിൽ അറബി. മുത്തായ തങ്ങളുടെ മദ്ഹുകൾ ഇങ്ങനെ ചൊല്ലാൻ അതെങ്ങനെ ധാരാളം പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് 4ാമത്തെ അടയാളം. ഇതൊക്കെ ഉണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം. ഇല്ലെങ്കിൽ മഹബത്ത് ഉണ്ടാവില്ല, ഈമാൻ ഉണ്ടാവില്ല, അള്ളാനെ കിട്ടൂല. മുത്തുനബിയെ കിട്ടുന്നവർക്ക് അള്ളാനെ കിട്ടുള്ളൂ. 5ാമത്തേത് എന്താ? നുസ്റത്തു ദീനിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ ദീനിനെ സഹായിക്കുക. നമ്മളിപ്പോൾ ഈ റിലീഫ് പദ്ധതിയിലേക്കൊക്കെ സഹായം കൊടുക്കുന്നതിൻ്റെ കാരണം എന്താ? അള്ളാഹിൻ്റെ ദീനിൻ്റെ അഹ്ലുകാരാണവർ. അള്ളാഹിൻ്റെ ദീനിൻ്റെ ഇസ്സത്ത് ഉണ്ടാക്കണം അള്ളാഹ്ക്ക് വേണ്ടി, ഇല്ലേ? അപ്പോൾ ദീനിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ അതിലേക്കൊരു ഉന്മേഷം തോന്നാനുള്ള ഒരു പ്രചോദനമാകണം. എൻ്റെ മുത്തുനബിയുടെ ദീൻ, അതെന്നെക്കൊണ്ട് കഴിയുന്ന സഹായം, അത് സമ്പത്ത് കൊണ്ടോ ആരോഗ്യം കൊണ്ടോ എങ്ങനെയാണ് എന്നെക്കൊണ്ട് പറ്റുന്നത്, അതൊക്കെ ഞാൻ കൊടുക്കും. അത് മുഹബ്ബത്ത് റസൂലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. 6ാമത്തേത് അശ്ശൗഖു ഇലാ ലിഖാഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയെ കാണാനുള്ള കൊതി. കനവിൽ കാണാൻ, നിലവിൽ കാണാൻ വല്ലാത്ത കൊതിയാണ്, അല്ലേ ഹബീബായ ചങ്ങളെ? ഹബീബായ തങ്ങളെ കാണണം. സ്വർഗത്തിൽ ഏറ്റവും വലിയ ആനന്ദം 2 ഒന്ന് അള്ളാനെ കാണൽ, ഒന്ന് മുത്തുനബിയെ കാണൽ. മുത്തുനബിയെ കണ്ടവർക്കേ അള്ളാനെ കാണാൻ പറ്റൂ, അല്ലാതെ പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ റബീഅ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ റബീഅക്ക് വേണ്ടത്? എന്നോട് ചോദിച്ചോ. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, എനിക്ക് സ്വർഗം വേണമെന്നൊന്നും അല്ല മക്കളെ, എനിക്ക് മുത്തിൻ്റെ അടുത്തിരിക്കണം, മുത്തുനബിയുടെ അടുത്തിരിക്കണം, ആ മുഖം നോക്കി ഇങ്ങനെ ഇരിക്കണം. സ്വർഗത്തിൽ ഏറ്റവും വലിയ ആനന്ദം എന്താ? സ്വർഗീയ സുഖങ്ങളൊന്നുമല്ല, നൂറ് മുഹമ്മദിൽ ലയിച്ചിരിക്കലാണ്. അതാ നൂറ് മുഹമ്മദ് സല്ലല്ലാഹ്, ആ നൂറ് ലയിച്ചിരിക്കലാണ്, മുത്തുനബിയെ നോക്കിയിരിക്കലാണ് സ്വർഗത്തിൽ ഏറ്റവും വലിയ ആനന്ദം. യാ അല്ലാഹ്, വല്ലാത്തൊരാനന്ദം. അവിടുത്തെ കാണാൻ കൊതിക്കണം, ആ കൊതി ഉണ്ടാകും. പ്രണയമുള്ളവരുടെ കൽബിൽ അങ്ങനെയാണ്, ഇല്ലേ? ഇന്നലെ നമ്മളൊരു ഉദാഹരണം പറഞ്ഞതുപോലെ, കല്യാണം നിക്കാഹ് ചെയ്ത് വെച്ചു, പക്ഷേ കൂട്ടിക്കൊണ്ടുവന്നിട്ടില്ല. കാണാൻ ഓരോ നിമിഷം അവസരം കാത്തിരിക്കും. ഒന്ന് കാണാൻ. എപ്പോഴാണ് കാണാൻ പറ്റുക? പ്രണയം. ഇനി കല്യാണം കഴിഞ്ഞാലും സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ എപ്പോഴാണ് കാക്കൂ ഒന്ന് എടുത്തോട്ട് ഇക്കാക്കാനെ ഇക്കൂനെ കാണാൻ കൊതിയാണ്. ആ കൊതിയുടെ കാരണം എന്താ? കൽബിൽ മഹബത്താണ്. എൻ്റെ മുത്തുനബിയെ കാണാൻ കൊതിക്കുക, സ്നേഹമുള്ളവരുടെ മനസ്സാണ്. 7ാമത്തേത് മഹബത്തു ആലി ബൈത്തിഹി വ സ്വഹാബത്തിഹി, മുത്തുനബിയുടെ കുടുംബത്തോട് സ്വഹാബത്തിനോട്. നിനക്ക് നിൻ്റെ ഭാര്യയോട് ശരിക്കും സ്നേഹം ഉണ്ടെങ്കിൽ ഭാര്യയുടെ ഉമ്മാനെയും വാപ്പാനെയും കുടുംബക്കാരെയൊക്കെ നീ സ്നേഹിക്കും. ഭർത്താവിനോട് ശരിക്കും സ്നേഹം ഉണ്ടെങ്കിൽ ഭർത്താവിൻ്റെ ഉമ്മാനോടും പേങ്ങളോടും ബാപ്പാനോടും സഹോദരനോടും ഒക്കെ നിനക്ക് സ്നേഹം ഉണ്ടാവും. ശരിക്കുള്ള സ്നേഹമാണെങ്കിൽ, മുത്തുനബിയെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ. അതിന് മുത്തുനബിയുടെ കുടുംബക്കാരൊന്നും എൻ്റെ അമ്മായിയമ്മ പോലും എടുക്കണോ അല്ല എന്നോട് എടുത്തിട്ടില്ലല്ലോ, അവരെന്തു വേണമെങ്കിലും എടുത്തോട്ടെ, നീ മൈൻഡ് ചെയ്യണ്ട. നിനക്കുണ്ടാകേണ്ടത് അള്ളാഹിനോടുള്ള ബഹുമാനത്തിൻ്റെ ഭാഗമായി അള്ളാഹിൻ്റെ സൃഷ്ടിയാണെന്നുള്ള നിലക്കുള്ള സ്നേഹം വേണം അവരോടൊക്കെ. എന്നാൽ മുത്തുനബിയോട് ഇഷ്ടമുണ്ടെങ്കിൽ അവിടുത്തെ കുടുംബത്തെ സ്വഹാബത്തിനെ വല്ലാതെ സ്നേഹിക്കണം. എൻ്റെ മുത്തിൻ്റെ ഇഷ്ടം അതാണ് എൻ്റെ ഇഷ്ടം. അതുമാത്രമേ മുത്തുനബി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഈ പറഞ്ഞ 7 ഗുണം നിങ്ങളിലുണ്ടോ? നിങ്ങളൊരു മുഹിബ്ബാണ്, നിങ്ങൾ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന ആളാണ് അല്ലേ? അപകടമാണ്. ഇന്ന് തന്നെ അതിനുള്ള പണികൾ തുടങ്ങണം. അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹിബ്ബുകളിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വബാഹുൽ ഖൈർ കുടുംബത്തെ യാ അഹ്ല സ്വബാഹുൽ ഖൈർ, സ്വബാഹുൽ ഖൈറിൻ്റെ അഹ്ലുകാരി എന്ന് പറഞ്ഞ് മുത്തുനബി വിളിക്കുന്നൊരു നിമിഷം, കരുണക്കടലായ റബ്ബേ ഞങ്ങൾക്ക് നീ തരണേ തമ്പുരാനെ. ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? മുഅ്തസിലാക്കൾ ഖുർആൻ അള്ളാഹിൻ്റെ സൃഷ്ടിയല്ല എന്ന് വാദിച്ചതിൻ്റെ പേരിൽ ജയിലിലടച്ച, ക്രൂരമായി വേട്ടയാടിയ മദ്ഹബിൻ്റെ ഇമാമാരാണ്. പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അത് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആണ്. ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മഖാമ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി
عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല. ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണയല്ല. തിരുനോട്ടം നൽകണയല്ല. മുത്തിൻ്റെ കാവൽ തരണയല്ല. ഹബീബിനോട് മഹബത്ത് നൽകണയല്ല. ഈ പറഞ്ഞ ക്വാളിറ്റികളൊന്നും ഞങ്ങളിലില്ല അല്ല, എന്നാലും ആ ഹബീബിനോട് വല്ലാത്ത മഹബത്തുണ്ടല്ല. ഈ പറഞ്ഞ ക്വാളിറ്റികളുള്ള യഥാർത്ഥ മുഹിബ്ബുകളാക്കി നിൻ്റെ കാരുണ്യം കൊണ്ട് നീ ഞങ്ങളെ മാറ്റണയല്ല. ഒരുപാട് മുറാദുകളുണ്ട്. ഈ സദസ്സിൽ പങ്കെടുത്തതിൻ്റെ ബർക്കത്ത് കൊണ്ട് എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണയല്ല. വിഷമതകൾ അകറ്റണയല്ല. മക്കളെ നന്നാക്കണയല്ല. കച്ചവടങ്ങളിൽ തൊഴിലുകളിൽ ബർക്കത്ത് ചെയ്യണയല്ല. മക്കളില്ലാത്തവരുടെ കണ്ണുനീരൊപ്പണയല്ല. യാ റബ്ബന, ഞങ്ങളുടെ കടങ്ങൾ നീ ഏറ്റെടുക്കണയല്ല. അസുഖബാധിതർ ധാരാളമുണ്ട്, പരിപൂർണ്ണ ശിഫ തരണയല്ല. മരണപ്പെട്ട എല്ലാവർക്കും മഗ്ഫിറത്ത് കൊടുക്കണയല്ല. ഞങ്ങളാരെയും പെട്ടെന്ന് വിളിക്കല്ലയല്ല. ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തെ നീ അനുഗ്രഹിക്കണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ തമ്പുരാനെ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.